ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് മെയിൻ ക്രാഫ്റ്റിനെ നോക്കണം. അപ്പോൾ നമ്മളൊന്ന് മരം വെട്ടാൻ ആദ്യം വന്നു. അപ്പോൾ 2 മരം നമ്മുടെ ഞാൻ ഇവിടെ മറ്റേ വില്ലേജിലുള്ള നമ്മൾ അവിടെ നിന്ന് 2 മരം പൊട്ടിക്കാണ്. പിന്നെ ഇവിടെ മാക്സൊക്കെ ഉണ്ടാക്കാനുണ്ട്, അതൊക്കെ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി. എന്നിട്ടാണ് നമുക്കിനി മൈനൊക്കെ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കിനി സാപ്ലിങ്സ് നമുക്കിവിടെ നട്ട് വെച്ചേക്കാം. ഇപ്പോഴത്തേക്ക് ഇത് മതി. രാത്രി ആവാൻ പോണേന്ന് തോന്നുന്നു. ഓക്കെ, രാത്രി ആവാൻ പോണേന്. അപ്പോൾ നമുക്ക് നേരെ ഈ ഏതെങ്കിലും വില്ലേജ് കൈപ്പടക്കണം. നമുക്കിപ്പോൾ കൈയടക്കാനുള്ള ഒരു വില്ലേജ് തപ്പി വന്നു. ഈ ഓക്കെ, നമുക്ക് ഈ വില്ലേജ് മതി. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരു സ്റ്റോൺ ആക്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ ഒരു കളി കളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോൺ ആക്സ് പിന്നെ 2 റപ്പുകൾ 3 കിട്ടിയായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് അത് നമുക്കൊന്ന് ചെറുതായിട്ട് എന്തോ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കിട്ടി. അതൊരു 3 ഉണ്ട്. പിന്നെ എന്നിട്ട് വേണ്ടത് നമുക്ക് ഒരു പിക്കാക്സ് ഇട്ടേക്കാം കേട്ടോ. പിക്കാക്സ് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള സാധനമുള്ളൂ. സ്റ്റിക്ക് എടാ വില്ലേജറെ മടിപ്പോടാ. റീസ്പോൺസ് പോയിൻ്റൊക്കെ സെറ്റ് ചെയ്ത് സ്ഥലം മാറിയാ അപ്പം കിടക്കും. നീയൊക്കെ കൂടി രാത്രി ആവട്ടെ, അത്രയും നേരം എന്താ അതിൻ്റെ നിന്നൊക്കെ എഴുന്നേപ്പിച്ചിട്ടുള്ള വില്ലേജർ. ഞാൻ ഉറങ്ങട്ടെ, ഗുഡ് നൈറ്റ്. നമ്മളെ പിന്നെ കഴിഞ്ഞ് രാവിലെയായി. അവിടെ ഇറങ്ങി പോയിട്ടാ. നമുക്കിനി കല്ല് പൊട്ടിക്കാൻ പോകാം. കല്ല് പൊട്ടിക്കാൻ പോകുന്നു വില്ലേജ്. അവിടെ ആയിട്ടൊരു നമ്മളെ നേരത്തെ കളിച്ചപ്പോൾ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഗുഹ പോലെ കണ്ടണ്ട. അവിടെയാണ് നമ്മൾ കല്ല് പൊട്ടിക്കാൻ പോകുന്നത്. കല്ല് പൊട്ടിച്ച് തീർക്കണം നമുക്ക് അവിടെ നിന്ന്. പക്ഷേ ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് അധികമൊക്കെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ലൈറ്റിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. ലൈറ്റ് നമുക്കിനി മരം കത്തിക്കണം കേട്ടോ. അതിനുള്ള ഫർണിച്ചർ ഉണ്ടാക്കണം. ആ ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് മരം എടുക്കാൻ പോകും. മരം കത്തിച്ച് കഴിഞ്ഞാൽ ചാർക്കോളാവും. നമുക്ക് അതുകൊണ്ട് ടോർച്ച് ഉണ്ടാക്കണം. ഇത്രയും മതിയായിരിക്കുമല്ലേ? കുറച്ച് എടുത്തേട്ടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് വേണമെങ്കിൽ മൈനിങ് ഏരിയ ആവട്ടെ. താഴ്ത്തട്ടേക്ക് കുഴിച്ച് പോവാം. ഇപ്പോൾ കണ്ടോ ഇപ്പം ടോർച്ചൊക്കെ ഉണ്ടാക്കട്ടെ. ടോർച്ചൊക്കെ കുറേ ഉണ്ടാക്കണം. മരം കുറേ കിട്ടും. ഉള്ള മരം മൊത്തം നമുക്ക് കിട്ടാം. മരം വെട്ടി മരം വെട്ടണം. സ്റ്റോൺ ആക്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ സ്റ്റോൺ ആക്സ് നമുക്ക് എടുക്കാം. നമുക്ക് സ്റ്റോൺ ആക്സസ് ഇവിടെ വെക്കാം. ഓക്കെ, നമുക്കിനി വന്നപ്പോൾ തന്നെ ഒരു മരം കിട്ടി. പക്ഷെ ഇവിടുത്തെ നമ്മൾ എടുക്കൂല. നമുക്ക് സ്വന്തം വില്ലേജാണ്. വില്ലേജിന് മരം വെട്ടാൻ ഒരു സുഖം ഉണ്ടാവും. നമുക്ക് അതുകൊണ്ട് ഇതോടെ ഇട്ടുന്ന് കുറച്ച് വില്ലേജിന് കുറച്ച് നീങ്ങിയിട്ടാണ് നമുക്ക് വെട്ടണത് കേട്ടോ. നമുക്ക് സുഖമുണ്ട്. പക്ഷെ കൈ കൊണ്ട് വെട്ടിക്കുകയാണെങ്കിൽ ഇപ്പം വെട്ടി കഴിയില്ല. കുഴപ്പമില്ല. ആക്സ് കൊണ്ട് വെട്ടണം സൂപ്പർ. അതൊന്നും സ്റ്റോൺ ആക്സും അല്ല, ഡയമണ്ട് ആക്സൊക്കെ ആയിരുന്നെങ്കിൽ ഉപ്പത്തി പോയേനെ. നമുക്ക് ഒരു ഒരെണ്ണം വില്ലേജിൽ നിന്ന് വെട്ടാം. ഓൾറെഡി 2 വെട്ടോട്ട് ഇപ്പോൾ വില്ലേജിൽ നിന്ന്. അത് അവിടെ നിന്ന് ഒരെണ്ണം വെട്ടിയെടുത്താണ്. അവിടെ ഒരെണ്ണം വെട്ടിയായിരുന്നു. നമുക്കിനി ഇതിൻ്റെ അതോടെ കുഴിച്ചിറങ്ങാം. വെട്ടി കഴിയില്ല. എന്നിട്ട് ഒരു ഡേർട്ട് കിട്ടി. സന്തോഷം. ഒരെണ്ണം ഇട്ടേക്കാം. എന്തായാലും താഴത്തോട്ടുള്ളതൊക്കെ ഞാൻ ആദ്യം പറ്റും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്കെന്നെ വേണം ഇങ്ങനെ കുഴിച്ച് പോകണ പോലെ. നേരത്തെ വെട്ടണോട്ട് നേരമായിട്ട് ഈ കുറേ നമുക്കിനി
ഇല്ല ഇതാണ് നമുക്ക് എത്രണ്ണം വേണമെങ്കിലും വെക്കാമല്ലോ. വെട്ടി മരം കുറേ ഉണ്ട്. നമുക്കതിന് അപ്പുറത്തുനിന്നൊക്കെ കാണുന്നുണ്ടാ. നമ്മളിതിപ്പോൾ 2 സ്റ്റാപ്ലിങ്സ് ആയിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടി അവിടെ വെക്കുമെന്നാണ് നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി സ്റ്റാപ്ലിങ്സ് കൊണ്ടുപോയി ഈ മുറുക്ക ഒന്ന്, പിന്നെ ഈ മുറുക്ക ഒന്ന് രണ്ടെണ്ണം ഇരിക്കട്ടെ. ഇവിടെ ആഹാ, ഇവിടെ എന്താ പരിപാടി? അപ്പം അതാണെന്ന് തോന്നുന്നു. നമുക്കത് മണി നടിയൊക്കെ വേണ്ട. നമുക്ക് ചെസ്റ്റ് ഉണ്ടോ? ഓ, നല്ല ടെസ്റ്റാണല്ലോ. നല്ല സ്ഥലം ആരുണ്ടാക്കിയാണോ? കയറി ചെല്ലുന്നു, കുഴി വീഴുന്നു. അതിനങ്ങനെ ഈ സാധനം കിട്ടാ ചെസ്റ്റ് ഉണ്ട്. ബ്രെഡ് ഉണ്ട്. വിശപ്പിനുള്ളതായി. അപ്പോൾ നമ്മൾ വിശപ്പിനുള്ളതൊക്കെ എടുത്ത് നമ്മൾ നേരെ പോണേണപ്പം ഞാനപ്പോൾ ഇവിടെ